ഹായ് ഗൈസ്, നമ്മൾ റോഷിത്താണ്. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ പറഞ്ഞേക്കാണ്, നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വിജയിച്ച് പോകുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് എൻ്റെ 2.1 ആംപ്ലിഫയർ ആണ്. കാണുമ്പോൾ നിങ്ങൾക്ക് വൃത്തികേടായിട്ട് തോന്നും, പക്ഷേ ഞാനിപ്പോൾ ഇപ്പോൾ 9ാം ക്ലാസ്സിലോട്ടാവണ വിദ്യാർത്ഥിയാണ്. അപ്പം എനിക്ക് അത്രയും പറ്റണ അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ സബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സ്പൈസസിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു വൂഫറാണ്. 25 വാട്ട്സ് 4 ഓംസിൻ്റെ. പിന്നെ ഇത് എൻ്റെ വീട്ടിൽ പഴയ ഉണ്ടായിരുന്ന JVCയുടെ 2 സ്പീക്കറാണ്. ഇത് 30 വാട്ട്സ് 16 ഓംസ്. ഇത് അതുതന്നെ 30 വാട്ട്സ് 16 ഓംസ്. നമ്മുടെ 2.1 ആംപ്ലിഫയർ. ലുക്കൊന്നുമില്ല, ഇതൊന്നും വേറെയാണ്, ഞാൻ ചെയ്തു തന്നെ ഉള്ളൂ. ഇത് മൈക്ക് പോർട്ടാണ്. പിന്നെ ഒരു MP3 പ്ലെയർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, LED ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ചാണ്. പിന്നെ ഒരു ട്രാൻസ്ഫോമർ. ഇത് നമ്മുടെ ബോർഡ് 2.1 ആംപ്ലിഫയറിൻ്റെ 60 വാട്ട്സിൻ്റെ ബോർഡാണ്. ഈ സ്പീക്കറൊന്നും സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ നമ്മുടെ ഒരു ഇതേ ഉള്ളൂ. 30 വാട്ട്സിൻ്റെ സ്പീക്കറാണ്. മാക്സിമം 15 വാട്ട്സ് ആണ്. 15 വാട്ട്സ് 4 ഓംസ്. ഇത് 30 വാട്ട്സ് 16 ഓംസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കൊടുക്കുമ്പോൾ, എന്തായാലും കൊടുക്കുമ്പോൾ 4 ഓംസ് അല്ലെങ്കിൽ 8 ഓംസ് കൊടുക്കുക. 4 ഓംസിന് താഴെ കൊടുക്കരുത്. നമ്മുടെ വൂഫർ 25 വാട്ട്സ് 4 ഓംസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ സബ് വൂഫർ സപ്പോർട്ട് ചെയ്യണത് 30 വാട്ട്സ് 4 ഓംസ് ആണ്. പിന്നെ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്. കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യാൻ ഇതാ കൊടുത്തതാണ്. സെൻസറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ വോളിയം കൺട്രോളർ, ബാസ്, ട്രബിൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ആംപ്ലിഫയറിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മുടെ സ്പീക്കർ സോക്കറ്റാണ്. പിന്നെ നമ്മൾ ബാക്കിൽ ഒരു ആൻറ്റിനയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് കാണിക്കാമെന്നുണ്ട്. ബാക്ക് സൈഡ് ഇതാണ്, നമ്മുടെ ക്ലിപ്പാണ് വന്നേക്കണ ക്ലിപ്പാണ്. ഇത് ഫാൻ്റെത്. പിന്നെ ആംപ്ലിഫയറിന് കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയേക്കണം. അത് കാരണം ഗ്രൗണ്ടിങ് ഒക്കെ ഉണ്ടോ ഇങ്ങനെ കൊടുത്തേക്കണം. ഭയങ്കര വൃത്തികേടാണ്. മിക്കവാറും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആംപ്ലിഫയറാണിത്. പിന്നെ നമുക്കിത് റീബിൽഡ് ചെയ്യണം. പിന്നെ സബ് ഇതാണ്, ഈ 2 ബ്ലാക്ക് ലൈൻ. ഇവിടെ 2 സ്പീക്കർ കൊടുക്കാം, 2 പ്ലസും 2 മൈനസും. സ്പീക്കർ സോക്കറ്റ് ഒക്കെ നമ്മൾ പ്രത്യേകം ഓണാക്കണം. നമുക്ക് ആംപ്ലിഫയർ ഓണാക്കാം. ഓണായിട്ടുണ്ട്. സൗണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് സബ് ഇടാം. നമുക്ക് വോളിയം കൺട്രോളർ ഇത്രയും വയ്ക്കാം. അപ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്ന NCSൻ്റെ ഒരു സോങ്ങാണ്, കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ. ഇത് നമ്മുടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്ഫോമറിലാണ് എല്ലാം വർക്ക് ചെയ്യണത്. ഫാൻ മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കണത്. കാരണം ആദ്യം ഞാൻ ഫാൻ ഈ കപ്പാസിറ്ററിലാണ് കൊടുത്തത്. അപ്പോൾ ബോർഡ് നല്ലോണം ചൂടാവുന്നുണ്ട്. നിങ്ങൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫാൻ ഉൾപ്പെടെ വെക്കണം. കാരണം ഈ ബോർഡ് നല്ലോണം ചൂടാവും. നിങ്ങൾ പ്രതീക്ഷിക്കണ പോലെയല്ല. എൻ്റെ ഈ ബോർഡ്, ഈ സിങ്കിൻ്റെ വേസ്റ്റ് ഉണ്ട്. എൻ്റെ ബോർഡ് വന്നിട്ട് ആദ്യം IC 3 അടിച്ചു പോയിട്ടാണ് വെച്ചേക്കണത്. രണ്ടാമത് പിന്നെ ലൈറ്റ് ഞാൻ ഇതിലാണ് കൊടുത്തേക്കണേ, കപ്പാസിറ്ററിലാണ് കൊടുത്തേക്കണേ. അത് കാരണം കുഴപ്പമില്ല. ട്രബിൾ കൊടുത്തിട്ടില്ല. ഇതാണ് ബാസ്. അപ്പോൾ നമ്മൾ സോങ് പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, എനിക്കൊരു കാര്യം കൂടിയും പറയാനുണ്ട് പാട്ട് വെക്കണതിന് മുമ്പ്. പിന്നെ നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ ഉറപ്പായിട്ടും ക്യാബിനറ്റ് ഉപയോഗിക്കുക. ഇതിനൊരു പ്രശ്നമുണ്ട്, ഈ ഹമ്മിങ് ആവുന്നുണ്ട്. അത് നിങ്ങൾ ഒരു വർഷം അല്ലെങ്കിൽ ഹാഫ് മന്തൊക്കെ ആകുമ്പോഴത്തേനും, ഇല്ലെങ്കിൽ ഹാഫ് ഇയറൊക്കെ ആകുമ്പോഴത്തേനും ഇപ്പോൾ വൂഫർ കൊടുത്തേക്കണേ, സബ് വൂഫറല്ല കൊടുത്തേക്കണേ. എൻ്റെ കയ്യിൽ സബ് വൂഫർ ഇല്ല. അപ്പോൾ ഈ വൂഫർ ആയാലും അടിച്ചു പോവും, ഉറപ്പടിച്ചു പോവും. എൻ്റെ ഒരു സ്പീക്കർ അങ്ങനെ ഒന്ന് അടിച്ചു പോയതാണ്. അപ്പോൾ നിങ്ങളിത് കൊടുക്കുമ്പോൾ മെറ്റൽ ക്യാബിനറ്റിൽ ചെയ്യാം. ഞാനിത് മാറ്റി ചെയ്യുന്നതാണ്. അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത മാസം അടുത്ത വീഡിയോ വരും. അത് ഇതിൻ്റെ തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു കൂളറിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മെറ്റൽ ക്യാബിനറ്റിൽ ചെയ്യാം. പിന്നെ ഈ ട്രാൻസ്ഫോമർ ഇത് 3/4 മണിക്കൂർ കഴിയുമ്പോൾ തിളക്കിയാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോവുക. അതുകൊണ്ട് നിങ്ങൾ കാർഡ്ബോർഡിൽ ചെയ്യരുത് ഒരിക്കലും. ഹീറ്റ് പുറത്തോട്ട് പോവില്ല. ഈ ഫാൻ ആകെ ഈ ബോർഡ് മാത്രമേ കൂളാക്കണുള്ളൂ. ഈ ഫാനിൻ്റെ ബോർഡും ചൂടാവും, ഈ ട്രാൻസ്ഫോമറും ചൂടാവും, ഒപ്പം സ്പീക്കറും കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നിങ്ങൾ എർത്തിങ് കൊടുക്കണം, ഇതിൻ്റെ എർത്ത് കൊടുക്കണം. പിന്നെ പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ എർത്ത് കൊടുക്കണം. ഞാനൊന്നും കൊടുത്തിട്ടില്ല,
ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കതൊന്നും ചെയ്യാൻ അറിയില്ല. അത് നോക്കി മെറ്റൽ ക്യാബിനറ്റിലൊക്കെ ചെയ്യണം. പിന്നെ ഹമ്മുണ്ട്, കാണിച്ചു തരാം. സബ് കുറച്ചിട്ടേക്കണം കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ സബ് കിടന്ന് ഒച്ചപ്പാടാണ് എന്ന് പറഞ്ഞാൽ കോയിൽ എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോവാം. അത് പേടിച്ചിട്ടാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യിക്കണത്. ഇപ്പോൾ അതേ ബ്ലൂടൂത്താണ്. നമുക്ക് FM-ലോട്ടാക്കാം. FM-ലോട്ടാക്കാം. AUX ഉണ്ട്. പിന്നെ റെക്കോർഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ മൈക്ക് ഓൺ ആക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം മൈക്കിൻ്റെ ഇത്. പിന്നെ ഇതാണ് ബ്ലൂടൂത്ത് നമ്മൾ കണക്റ്റഡ് ആണ്. പാട്ട് വെച്ചിട്ടുണ്ട്. പാട്ടൊന്ന് പ്ലേ ആക്കി ഇട്ടിട്ടെ. പിന്നെ ഗൈസ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആംപ്ലിഫയറിൽ പാട്ട് വയ്ക്കുമ്പോൾ ഒരിക്കലും ഫുള്ള് വെക്കരുത്. ബാസ് വെച്ചാലും പാട്ടിൻ്റെ വോളിയം ഫുള്ള് വെക്കരുത്. ഫോണിൽ വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ഫോണിലാണ്, ഈ ഫോണിൽ J7 വെച്ചാണ്. ഈ ഫോണിൽ വെച്ചാലും വോളിയം ആംപ്ലിഫയറിൽ ഫുള്ള് വെക്കരുത്. കാരണം ബോർഡ് ചൂടാവണേലല്ല, ഈ ട്രാൻസ്ഫോമർ ചൂടാവും, പെട്ടെന്ന് ചൂടാവും. ചിലപ്പോൾ ട്രാൻസ്ഫോമർ അടിച്ചും പോയി. എൻ്റെ ബോർഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയെ കൊടുത്ത് പോയിരിക്കണം മൊത്തം. എന്നിട്ട് ഇത്ര വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ബോർഡാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാം. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഞാൻ ടെക് ഓട്ടോമോട്ടീവ് ബൈ ഷിനു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണിത്. പൊളി ബോർഡാണ് ഗൈസ്. പൊളി ബോർഡ് എന്ന് പറഞ്ഞാൽ പൊളി ബോർഡാണ്. നല്ലോണം വർക്ക് ചെയ്യും. എൻ്റെ ഈ 2 കപ്പാസിറ്റർ അടിച്ചു പോയതാണ്. ഈ കപ്പാസിറ്റർ കറക്റ്റ് വർക്കിംഗ് അല്ല, എന്നിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ബോർഡ്. കറക്റ്റ് വർക്കിംഗ് ആ ബോർഡ്. പാട്ട് കേൾപ്പിച്ചു തരാം. സബ് ഓണല്ല കേട്ടോ, സബ് ഓണാക്കി കാണിച്ചു തരാം. കണ്ടോ? സബ്ബാണ് നമ്മുടെ സബ്ബല്ല, വൂഫറാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇതാണ് നമ്മുടെ JVC. നിങ്ങൾ വിചാരിക്കും ഇത് JVC ഫേക്ക് ആണെന്ന് വിചാരിക്കും. കാണിച്ചു തരാം. ഇത് ഒറിജിനൽ JVC ആണ്. ഒറിജിനൽ JVC ആണ്. 16 ohms ഒറിജിനൽ JVC. ഇത് നമ്മുടെ വൂഫറാണ്. കണ്ടോ? ഇതും വർക്കിംഗ്. ഇതും അത് തന്നെ. നമ്മുടെ സബ് പിടിക്കാനുണ്ടോ? എൻ്റെ കയ്യുണ്ടോ? നല്ല ഇടിയാണ് സബ്. ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മെറ്റൽ ക്യാബിനറ്റ് വാങ്ങിക്കുമ്പോൾ സ്റ്റീരിയോ ക്യാബിനറ്റ് വാങ്ങിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീരിയോ ക്യാബിനറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സബ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, RC സോക്കറ്റിൽ കൊടുക്കുക. അതാണ് കുറച്ചുകൂടി ഈസി. ഞാനിപ്പോൾ വാങ്ങിക്കാൻ പോകണുള്ളൂ. ഞാനിപ്പോൾ 8ാം ക്ലാസ്സിൽ അല്ല 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലോട്ടാണ്. അപ്പോൾ ആവണുള്ളൂ. ഞാൻ ഇത്രയും ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതിൻ്റെ ബോഡി ഷേപ്പും സ്ട്രക്ചറും നോക്കിയിട്ട് കളിയാക്കരുത്. എനിക്കത് മാത്രമേ ഉള്ളൂ. ഞാനൊരു ചെറിയ കുട്ടിയാണ്. ഞാൻ ഇത്രയെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ ഗൈസ് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്കും എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്ലീസ് ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.